വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു ഐസ്ക്രീം തയ്യാറാക്കാം, അതും വെറും 5 മിനിറ്റിൽ. ഞാനിവിടെ മുട്ട ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നില്ല. വെറും പാല് മാത്രം വെച്ച് നമുക്ക് ഒരു ഐസ്ക്രീം തയ്യാറാക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. ഇനി നമുക്കാവശ്യം ഫ്രഷ് ക്രീമാണ്. ഞാൻ സെയിം അളവ്, അതായത് 1/2 കപ്പ് തന്നെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അൽമറായുടെ ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കാവശ്യം പഞ്ചസാരയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗറായാലും ഉപയോഗിക്കാം. ഇത് ഒരു 1/4 കപ്പുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വാനില എസൻസ്. ഇത് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും നമുക്ക് ആവശ്യമുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 പൗച്ചാണ്. ഇതുപോലെ സീൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് പൗച്ചാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്തേക്കാണ് നമ്മൾ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കിച്ചൺ ടവലും ആവശ്യമുണ്ട്. അടുത്തതായി വേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ പൊടിയായിട്ടുള്ള ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കല്ലുപ്പുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. ആദ്യം തന്നെ ഒരു കപ്പിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 1/2 കപ്പാണ് പാലിൻ്റെ അളവ്. അതുപോലെ തന്നെ 1/2 കപ്പ് ഫ്രഷ് ക്രീമും നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് ഷുഗറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ ഷുഗറാണ്. ഇത് 1/4 കപ്പാണ്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ആയാലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പാലും ക്രീമും ഷുഗറും വാനില എസൻസൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പൗച്ചിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് അതിലൊരു പൗച്ച് എടുക്കാം, അതിനകത്തേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പൗച്ച് നല്ലതുപോലെ സീൽ ചെയ്യണം. സിപ്പ് ലോക്കുള്ള പൗച്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നല്ലതായിട്ട് സീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് മിക്സിനകത്തേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ സീൽ ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റേ പൗച്ചിനകത്തേക്ക് ഐസ് ക്യൂബ്സ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു പകുതി ലെയറോളം നമുക്ക് ഐസ് ക്യൂബ് ഇടാം. അതിനുശേഷം നമ്മൾ ആ മിക്സ് ഒഴിച്ചു കൊടുത്ത പൗച്ചല്ലേ, അത് ഈ ഐസ് ക്യൂബ് ഇട്ട പൗച്ചിനകത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാലൻസ് ഐസ് ക്യൂബ്സ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ്, നിങ്ങൾക്ക് കല്ലുപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ കല്ലുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ പൊടി എടുത്തിരിക്കുന്നത്. അത് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിടുന്നത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്കിത് നല്ലതുപോലെ സീൽ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഈ സീലായിട്ട് ചെയ്തേക്കുന്ന കവറ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കിച്ചൺ ടവലിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. അതിനുശേഷം നല്ലതുപോലെ പൊതിഞ്ഞ് നമുക്കിത് എടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പാക്കറ്റ് കിച്ചൺ ടവലിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇതുപോലെ നല്ലതുപോലെ നമുക്ക് കിച്ചൺ ടവലിൽ പൊതിഞ്ഞെടുക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്യണം. കണ്ടല്ലേ, ഇതേപോലെ കഴിവതും നിർത്താതെ തന്നെ ഷേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മുടെ കൈക്ക് നല്ല പെയിൻ തോന്നും. അപ്പോൾ നിർത്തിയാലും കുഴപ്പമില്ല. ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 5 മിനിറ്റ് നേരോളം നല്ലതുപോലെ ഷേക്ക് ചെയ്തിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം റെഡിയായി നമുക്ക് നോക്കണ്ടേ.
അപ്പോൾ നമുക്കിത് പതുക്കെ ആദ്യത്തെ കവറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പതുക്കെ നമ്മുടെ ഐസ്ക്രീം ഒഴിച്ചു വെച്ച കവർ എടുക്കാം. കണ്ടില്ലേ, നല്ലതായിട്ട് അത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുന്നു. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഐസ്ക്രീമാണിത്. ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഫ്ലേവറോട് കൂടിയുള്ള ഐസ്ക്രീമാണ്, അതേപോലെ സോഫ്റ്റായ ഐസ്ക്രീമാണ്. ഇനി നമുക്ക് ഒരു സ്കൂപ്പർ വെച്ചോ അതുമല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലോ, അതായത് ഗസ്റ്റിനകത്ത് നമ്മുടെ കുട്ടികളോ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഐസ്ക്രീമാണിത്. ഇതെൻ്റെ മോളുടെ ഫേവറേറ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ലതാണ്. അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫ്ലേവറോട് ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ലൈക്ക് സ്ട്രോബെറിയോ ചോക്ലേറ്റോ ഒക്കെ നമുക്കിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കിഡ്നി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് 1/2 കപ്പ് പാലിൽ ഈ ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് പാലിൻ്റെ അളവോടെ കൂട്ടണം. അതായത് 1 കപ്പ് പാലിനാണെങ്കിൽ 1 കപ്പ് ഫ്രഷ് ക്രീം. ഇപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീമിൻ്റെ അളവ് ഇത്തിരി കുറഞ്ഞു വെച്ചാലും കുഴപ്പമില്ല. അതായത് 1 കപ്പ് പാലിന് 3/4 കപ്പ് ഫ്രഷ് ക്രീം ആയാലും നമുക്ക് ഇതുപോലത്തെ നല്ല ടെക്സ്ചറായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലൊക്കെ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.